വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിലെ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് കുത്തേറ്റതിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ഒരു കോളേജ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സംഘർഷഭരിതമായ സ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കാം. ഈ കസ്റ്റഡിയിലായവർ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ തന്നെയാണോ? ഇത് എന്താണ് ഇത്രയും കുറേ ദിവസങ്ങളായി ഈ സംഘർഷം തുടരുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടായിരുന്നു പുലർച്ചെ. എന്തായാലും കോളേജ് ഗവേണിംഗ് കൗൺസിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് തൽക്കാലം അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥി സംഘർഷങ്ങൾ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള പോലീസ് റിപ്പോർട്ടും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും SFI KSU പ്രവർത്തകർ തമ്മിലും അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരും തമ്മിലൊക്കെ ഇത്തരത്തിൽ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്ന സ്ഥിതിയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇരു കൂട്ടരുടെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിൽ വധശ്രമത്തിനാണ് കേസ്. എന്തായാലും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും കോളേജ് ഇപ്പോൾ തൽക്കാലം അനിശ്ചിതകാലത്തേക്ക് അടച്ചു.